بسم الله الرحمن الرحيم الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو الرحيم الغفور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، نحمدك يا من نوحت لنا سبل الهداية وأصححت عن بصائرنا غشاوة الغوايا، ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ്റെ പഠന ഭാഗമായി 2 സൂറത്തുകളാണ് ഈ പ്രാവശ്യം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. സൂറത്തു സജദയും അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബും. 32, 33 സൂറത്തുകളാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 34-ാം അധ്യായം സൂറത്തു സബയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ആ സൂറത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നൽകുകയാണ്. സൂറത്തു സബ എന്നത് 34-ാമത്തെ അധ്യായമാണ്. ആ സൂറത്ത് അവതരിച്ചത് മക്കയിലാണ്, മക്കിയായ സൂറത്താണ്. ആകെ 54 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. ഏകദേശം 22-23 ജുസുകളിലാണ് ഖുർആനിൽ ഈ സൂറത്ത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. സൂറത്തു സബ എന്ന പേര് വരാനുള്ള കാരണം പുരാതന യമനിൽ ജീവിച്ചിരുന്ന പ്രമുഖമായ ഒരു സാമ്രാജ്യത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരാണ്. ഈ അധ്യായത്തിലെ 15 മുതൽ 21 വരെയുള്ള ആയത്തുകളിൽ സബ ജനതയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകൾ ആ അനുഗ്രഹത്തോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് അവർ കാണിച്ച നന്ദികേടും തുടർന്നുണ്ടായ അവർക്ക് ബാധിച്ച പ്രളയശിക്ഷ എന്നിവ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തു സബ എന്ന പേര് ലഭിക്കാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂറത്തിൽ പ്രധാനമായും 3 വിഷയങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. പൊതുവായി മക്കി സൂറത്തുകളുടെ പൊതുവായ സ്വഭാവം അനുസരിച്ച് വിശ്വാസപരമായ, അഖീദാപരമായ കാര്യങ്ങളാണ് ഈ അധ്യായത്തിലും മറ്റു സൂറത്തുകളെ പോലെ തന്നെ, മക്കി സൂറത്തുകളെ പോലെ തന്നെ പ്രധാനമായും പങ്കുവഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന് തൗഹീദും അള്ളാഹുവിൻ്റെ അപാരമായ ആ അറിവിനെ സംബന്ധിച്ചും ആകാശങ്ങളിലുള്ള, ഭൂമിയിലുള്ള, അതുപോലെ സർവ ചരാചരങ്ങളെക്കുറിച്ചും സകല കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയുന്നുണ്ട് എന്നും ഒരു അണു അളവ് മിസ്കാല ദർറ എന്ന് പറഞ്ഞ കാര്യം പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു പോകില്ല എന്നതും വ്യാജമായി വന്നിട്ടുള്ള ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചവർക്കോ ജിന്നുകൾക്കോ പ്രപഞ്ചത്തിൽ യാതൊരു അധികാരവുമില്ല എന്ന കാര്യങ്ങൾ വളരെ പ്രധാനമായും ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പരലോകത്തെ സംബന്ധിച്ചും
ബഅസ് പുനരുദ്ധാനത്തെ, ആഖിറത്തിനെ കുറിച്ചും മനുഷ്യരായ ആളുകൾ മണ്ണായി ദ്രവിച്ചു പോയാലും അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിക്കുമെന്ന സത്യം സ്ഥാപിക്കുക കൂടി ഈ വചനത്തിലൂടെ അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ വചനങ്ങളിലൂടെ കാണാൻ കഴിയും. പരലോകത്ത് വെച്ച് അതിനുശേഷം നടക്കുന്ന നേതാക്കളും അന്ധമായി ആ നേതാക്കളെ പിൻപറ്റി വഴിപിഴച്ചു പോയ അണികളും തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളും ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പ്രവാചകത്വവും അതിൻ്റെ സർവമാന കാലഘട്ടങ്ങളിലേക്കുമുള്ള മഹാനായ അവസാന കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമായിട്ട് വന്ന പ്രവാചകനല്ല എന്നും മറിച്ച് ലോകമാനവരാശിക്ക് മുഴുവനായി ലഖാഫത്തുല്ലിന്നാസ് അയക്കപ്പെട്ട അവസാനത്തെ ഖാത്തമുൻ നബിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എതിരാളികൾ ഉന്നയിച്ച പല നിലക്കുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, മജ്നൂൻ ഭ്രാന്തനാണെന്നും വ്യാജനാണെന്നും തുടങ്ങിയ, അതുപോലെ സാഹിറാണെന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയും ഈ സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് വിപരീത ചരിത്ര മാതൃകകൾ കൂടി നമുക്കുണ്ട്. ഈ സൂറത്തിൽ അള്ളാഹു രണ്ട് കൂട്ടരുടെ ചരിത്രം എടുത്തു പറയുന്നുണ്ട്. നന്ദിയുള്ള ദാസന്മാരാണ് ഒന്നാമത്തത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രകാശപൂരിതമായ മാതൃക പിൻപറ്റി ജീവിച്ചവർ. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മാതൃക മുൻ പ്രവാചകന്മാർ, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം എന്നീ പ്രവാചകന്മാർ അള്ളാഹു അവർക്ക് നൽകിയ രാജാധികാരം, അവർക്ക് നൽകിയ സുഖസൗകര്യങ്ങൾ, ജിന്നുകളുടെ സേവനങ്ങൾ, ഇരുമ്പ് കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച്, കാറ്റിനെ കീഴടക്കൽ തുടങ്ങിയ വൻ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയതിനെക്കുറിച്ചും ആ അനുഗ്രഹങ്ങളിൽ അവർ അഹങ്കരിക്കാതെ അള്ളാഹുവിന് നന്ദിയുള്ളവരായി അടിമയായി ശുക്ർ ചെയ്ത് ജീവിച്ചതിനെക്കുറിച്ചും, അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നന്ദി കെട്ട ഒരു ജനവിഭാഗത്തെ, അവർക്കുണ്ടായ ദുരന്തത്തിൻ്റെ മാതൃകയെ അഥവാ സബഅ് ജനതയെക്കുറിച്ചും, അവർക്ക് അള്ളാഹു നൽകിയ തോട്ടങ്ങളും അണക്കെട്ടുകളും യാത്രാ സൗകര്യങ്ങളും ഒക്കെ നൽകിയതിനെക്കുറിച്ചും, ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ശിർക്കിലകപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒടുവിൽ പ്രളയത്തിലൂടെ അള്ളാഹു അവരുടെ സാമ്രാജ്യത്തെ, അവരുടെ നാടിനെ അടിയോടെ നശിപ്പിച്ചതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഈ സൂറത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ പ്രധാനമായും 4 സന്ദേശങ്ങളാണ് ഈ സൂറത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, നന്ദിയാണ്, ശുക്ർ ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിലനിർത്തുന്നു. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. നന്ദികേട് കാണിച്ചാൽ അനുഗ്രഹങ്ങൾ അത് ശിക്ഷയായി മാറും എന്ന മുന്നറിയിപ്പും സന്ദേശവും നൽകുന്നുണ്ട്. രണ്ടാമത്തൊരു സന്ദേശം അദൃശ്യജ്ഞാനത്തെക്കുറിച്ചാണ്. ഗൈബ്, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം മരിച്ച വിവരം അത് മറ്റാരും, ജിന്നുകൾ പോലും അറിഞ്ഞിട്ടില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, ജിന്നുകൾക്കൊക്കെ അദൃശ്യജ്ഞാനമുണ്ട് എന്ന ജനങ്ങളുടെ തെറ്റിദ്ധാരണ അള്ളാഹു തിരുത്തുക കൂടി ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കില്ല എന്നും ഭൗതിക നേട്ടങ്ങളല്ല അള്ളാഹുവിൻ്റെ പ്രീതിയുടെ മാനദണ്ഡമെന്നും ഈമാനും അഥവാ വിശ്വാസവും സ്വാലിഹായ അമലു സ്വാലിഹാത്തുകളുമാണ് അവിടേക്ക് ഉപകരിക്കുക എന്ന സന്ദേശവും ഈ സൂറത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സൂറത്തിൻ്റെ ആമുഖമായി സൂറത്തു സബഅ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ അറിവിനെക്കുറിച്ചും അവൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും, ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ അഹങ്കരിക്കാതെ ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം എന്നിവരെ പോലെ നന്ദിയുള്ള അടിമകളായി, ദാസന്മാരായി ജീവിക്കാനും സബഅ് ജനതയുടെ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമാണ് നമ്മെ ഈ അധ്യായം പഠിപ്പിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് എന്നതാണ് വളരെ പ്രധാനമായും ഈ സൂറത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൻ്റെ ഓരോ വചനങ്ങളും അതിൻ്റെ വാക്കർത്ഥങ്ങളും അതോടൊപ്പം എൻ്റെ ക്ലാസ്സിൻ്റെ പുറമെ ഈ അമാനി മൗലവിയുടെ നമുക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൻ്റെ പാഠഭാഗങ്ങൾ ശരിക്ക് വായിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ രേഖപ്പെടുത്തി ആയത്ത് നമ്പറുകൾ അത് പ്രത്യേകം ആ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ള ആയത്തുകൾ പരിശോധിക്കുകയും അത് പഠന വിധേയമാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 1-ാമത്തെ വചനം തൊട്ട് നമുക്ക് ഇതിൻ്റെ പഠനം ആരംഭിക്കാം.
54 വചനങ്ങൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത്. മക്കയിലാണ് അവതരിച്ചത്. ഇതിലടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ആ സന്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ആയത്തുകൾ പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ആ ചരിത്രത്തിലൂടെ കടന്നു പോകാനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗം ഈ സൂറത്ത് പഠിക്കാനും അതിൻ്റെ ഉള്ളടങ്ങിയിട്ടുള്ള ആശയങ്ങൾ, അതിൻ്റെ തഫ്സീറുകൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അതിൻ്റെ സന്ദേശങ്ങൾ പകർത്താനും താക്കീത് നൽകപ്പെട്ട തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും പരലോകത്ത് വിജയിക്കാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സൂറത്ത് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ 1-ാമത്തെ വചനം മുതൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന വചനങ്ങൾ മുകളിൽ ഓതി കേട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദി, അൽഹംദു സ്തുതിയായിട്ടുള്ളതെല്ലാം ലില്ലാഹി അള്ളാഹുവിനാണ്, അല്ലദി യാതൊരുവൻ, ലഹു അവനാണ്, മാഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളത്, വമാഫിൽ അർളി ഭൂമിയിലുള്ളതും, വലഹുൽ ഹംദു അവനു തന്നെയാണ് സ്തുതി, ഫിൽ ആഖിറതി പരലോകത്ത്, വഹുവ അവനത്രേ, അൽ ഹക്കീം അഗാധജ്ഞൻ, അൽ ഖബീർ സൂക്ഷ്മജ്ഞൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ആകാശങ്ങളിലുള്ള അള്ളാഹുവിനത്രേ സർവസ്തുതിയും, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ഏതൊരുവനുള്ളതാണോ അവനാണ് സർവസ്തുതിയും. പരലോകത്തിലും അവന് തന്നെയാണ് സ്തുതി. അഗാധജ്ഞനും സൂക്ഷ്മജ്ഞനും അള്ളാഹുവാകുന്നു എന്നാണ്. അൽഹംദുലില്ലാ എന്ന് ആരംഭിക്കുന്ന, അൽഹംദു എന്ന് തൊട്ടിട്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന സൂറത്തുകൾ ഖുർആനിൽ 5 അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിനെ മാത്രം സ്തുതിച്ചുകൊണ്ട് പ്രാരംഭം കുറിക്കുകയാണ്. സാധാരണ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഉണ്ട്, അതുപോലെ തന്നെ സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സബ, സൂറത്തുൽ ഫാത്തിർ. ഈ സൂറത്തുകളൊക്കെ അൽഹംദു എന്ന് തൊട്ടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളാണ്. ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ അള്ളാഹുവിന് സ്തുതി എന്നാണ്. ഇഹലോകത്ത് ദുനിയാവിൽ സൃഷ്ടികൾക്ക് ലഭിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ ഉടമസ്ഥനായതുകൊണ്ട് തന്നെ ഇവിടെ മുഴുവൻ സ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പരലോകത്താണെങ്കിൽ, ആഖിറത്താണെങ്കിൽ പരലോകത്തെ നീതിപൂർവമായ വിചാരണയ്ക്കും സ്വർഗാവകാശങ്ങൾക്ക് ലഭിക്കുന്ന ശാശ്വതമായ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി സ്വർഗവാസികൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അതുപോലെ തന്നെ ആ സൂറത്തിന്റെ അവസാനം വഹുവൽ ഹക്കീമുൽ ഖബീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, അൽ ഹക്കീം, അൽ ഖബീർ എന്നീ നാമങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്, അസ്മാഉകളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ യുക്തിയുണ്ട്. ഹക്കീം, എല്ലാ കാര്യങ്ങളുടെയും ആന്തരികവും ബാഹ്യവുമായ രഹസ്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാണ് ഖബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹുവിനെ ആകാശങ്ങളിലുള്ള ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്ന, മുഴുവൻ കാര്യങ്ങളും യുക്തിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനാണ് ദുനിയാവിലും ആഖിറത്തിലും സർവസ്തുതിയും എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അടുത്ത വചനത്തിലേക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. 2-ാമത്തെ ആയത്ത്, യഅലമു അവൻ അറിയുന്നു, മാ യലിജു പ്രവേശിക്കുന്നത് അഥവാ കടന്നു വരുന്നത്, ഫിൽ അർളി ഭൂമിയിൽ, വമാ യഖ്റുജു പുറത്തു വരുന്നതും, വമാ യൻസിലു അതിൽ നിന്ന് ഇറങ്ങുന്നതും, മിനസ്സമായി ആകാശത്തു നിന്ന്, വമാ യഖ്റുജു കയറി വരുന്നതും, ഫീഹ അതിൽ, വഹുവ അവൻ തന്നെ, അൽ ഗഫൂറു വളരെ പൊറുക്കുന്നവൻ, അർ റഹീം കരുണാനിധിയാകുന്നു. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? യഅലമു മാ യലിജു ഫിൽ അർളി, ഈ വചനത്തിന്റെ അർത്ഥം ഭൂമിയിൽ കടന്നുകൂടുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും,
ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിൽ കയറി ചെല്ലുന്നതും എല്ലാം അള്ളാഹു അറിയുന്നു. അവനത്രേ കരുണാനിധിയും വളരെ പൊറുക്കുന്നവനുമാകുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം അഥവാ ഈ വചനത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് എന്നത് വെളിവാക്കുന്ന 4 മേഖലകളാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ആ ഒരു വിസ്തൃതി കാണിക്കാൻ മനുമൗലവി 4 കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഭൂമിയിൽ പ്രവേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മാ എലിജു. ഇപ്പോൾ ഭൂമിയിൽ പ്രവേശിക്കുന്ന എന്തൊക്കെയാണ്? മഴവെള്ളം, അതിൻ്റെ ഉദാഹരണമാണ് വിത്തുകൾ, അതുപോലെ നിക്ഷേപങ്ങൾ, ഖബറുകളിൽ അടക്കം ചെയ്യുന്ന മൃതദേഹങ്ങൾ. ഭൂമിയിൽ നിന്ന് മാ യഖ്റുജു എന്ന് പറഞ്ഞത്, പുറത്തു വരുന്നത് എന്ന് പറഞ്ഞത് മുളയ്ക്കുന്ന സസ്യങ്ങൾ, അതുപോലെ ഉറവകൾ, ധാതുക്കൾ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഖബറിൽ നിന്ന് പുറത്തു വരുന്ന മനുഷ്യൻ, അതിനുദാഹരണമാണ്. മറ്റൊന്ന് ആകാശത്തു നിന്ന് ഇറങ്ങുന്നത്, മാ എൻസിലു എന്ന് പറഞ്ഞത് മഴ, മഞ്ഞ്, ദൈവിക വിധികൾ, വേദഗ്രന്ഥങ്ങൾ, മലക്കുകൾ, ഇതൊക്കെയാണ്. അതുപോലെ മാ യഖ്റുജു എന്ന് പറഞ്ഞത് ആകാശത്തേക്ക് കയറിപ്പോകുന്നത്, അതിനുദാഹരണമാണ് മലക്കുകൾ. മനുഷ്യരുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു, അവരുടെ അമൽ സ്വാലിഹാത്തുകൾ. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, മരിച്ചവരുടെ ആത്മാക്കൾ, റൂഹ്, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മാ എലിജു എന്ന് പറഞ്ഞത് മഴവെള്ളം ഇല്ലേ, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വരുന്നു ഇല്ലേ, ആ വിത്തുകൾ വരുന്നു, നിക്ഷേപങ്ങൾ വരുന്നു, ഖബറിലടക്കം ചെയ്യുന്ന മനുഷ്യൻ ഭൂമിയിലേക്ക് ഇല്ലേ. എന്നിട്ട് പുറത്തു വരുന്നതോ ആ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് മുളച്ചു വരുന്ന സസ്യങ്ങൾ, അതുപോലെ തന്നെ ഉറവകൾ പൊട്ടി ഒഴുകുന്നു, ധാതുക്കൾ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മനുഷ്യൻ മുഖത്തെ മണ്ണ് തട്ടി മാറ്റി ഖബറിൽ നിന്ന് പുറത്തേക്ക് ബഅസ് നടത്തപ്പെടുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ മനുഷ്യർ ഇല്ലേ, ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മഴ, മഞ്ഞ്, അള്ളാഹുവിൻ്റെ വിധികൾ അല്ലെ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് മനുഷ്യരിലേക്ക് അള്ളാഹു അവതരിപ്പിക്കുന്നു വേദഗ്രന്ഥങ്ങൾ, അത് അവതരിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ. മലക്കുകൾ ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ആകാശത്തേക്ക് കയറിപ്പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്, മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. മനുഷ്യരുടെ കർമ്മങ്ങൾ തിങ്കളും വ്യാഴവും ഒക്കെ ആകാശത്തേക്ക് വൈകുന്നേരവും സുബഹിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും ഒക്കെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. മരിച്ചവരുടെ ആത്മാക്കൾ, റൂഹ് അല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആയത്തിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ് പറയുന്നത്. വഹുവ അർ-റഹീമുൽ ഗഫൂർ എന്നാണ്. അർ-റഹീം, അൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ സകല കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനായിട്ടും മനുഷ്യരുടെ തെറ്റുകൾക്കും അതിക്രമങ്ങൾക്കും അപ്പപ്പോൾ ശിക്ഷ നൽകാതെ പൊറുത്തു നൽകുന്നവൻ എന്നതാണ് അൽ ഗഫൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തൗബ ചെയ്തു മടങ്ങാൻ അവസരം നൽകുന്ന കാരുണ്യവാനായിട്ടാണ് അല്ലെ, കരുണാമയനമാണ് റഹീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർ റഹീമുൽ ഗഫൂർ, അങ്ങനെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.